ബി.ജെ.പി. സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച 131 ഭരണഘടനാ ഭേദഗതി ബിൽ ഭൂരിപക്ഷം തികയാത്തതിന്റെ പേരിൽ പാസാക്കാതെ ഒഴിവാക്കപ്പെട്ടു. എന്തായിരുന്നു ഈ 131 ഭരണഘടനാ ഭേദഗതി എന്നാലോചിക്കുമ്പോൾ പുറമേക്ക് അത് 33% വനിതാ സംവരണത്തെക്കുറിച്ചാണെന്ന് കേൾക്കുമ്പോഴും അതിനകത്ത് അന്തർലീനമായിരുന്ന മറ്റൊരു പ്രധാന കാര്യം മണ്ഡല പുനർനിർണയമായിരുന്നു. പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണയം. അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്ക് തെക്കേ ഇന്ത്യക്കുമേൽ സമ്പൂർണ്ണ ആധിപത്യം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ഡല പുനർനിർണയ ശ്രമമായിരുന്നു അത് എന്ന് കാണാം. ബി.ജെ.പിക്ക് കുത്തക അവകാശമുണ്ടെന്ന് കരുതാവുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിലവിലുള്ള പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും തെക്കേ ഇന്ത്യക്ക് അർഹമായ പ്രാതിനിധ്യം പോലും കിട്ടാത്ത തരത്തിൽ എണ്ണത്തിൽ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാകുമായിരുന്നു ഈ ബില്ല് പാസ്സായിരുന്നെങ്കിൽ. ഏതായാലും ഭാഗ്യവശാൽ ആ ബില്ല് പാസ്സായിട്ടില്ല. എങ്കിലും ബി.ജെ.പി. അവരുടെ പരിശ്രമം ഉപേക്ഷിക്കുമെന്ന് കരുതാനാവില്ല. നിലവിലുള്ള 543 പാർലമെന്റ് സീറ്റുകളിൽ നിന്ന് അത് 850 വർദ്ധിക്കുകയും ആ വർധനവ് സീറ്റുകളുടെ എണ്ണത്തിലൂടെ ഈ വർധനവ് തെക്കേ ഇന്ത്യക്ക് പൂർണ്ണമായും നിഷേധിക്കപ്പെടുകയും പൂർണ്ണമായും അത് വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം തങ്ങൾക്ക് സ്വാധീനമുള്ള തങ്ങളുടെ സ്വാധീന മേഖലയിൽ നിന്ന് തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. തെക്കേ ഇന്ത്യയിൽ പൊതുവെ വിഘടിച്ചു നിൽക്കുന്ന ബി.ജെ.പി. രാഷ്ട്രീയത്തോട് വിഘടിച്ചു നിൽക്കുന്ന സ്റ്റേറ്റുകളെ ഈ പ്രക്രിയയിൽ നിന്ന് അതിവിദഗ്ധമായി ഒഴിവാക്കി നിർത്തുക, മാറ്റി നിർത്തപ്പെടുക. ഇങ്ങനെ വടക്കേ ഇന്ത്യക്ക് തെക്കേ ഇന്ത്യക്ക് മേലുള്ള ചൂഷണത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ബില്ലിന്റെ ഗൂഢോദ്ദേശ്യം. ഏതായാലും അത് ചീറ്റിപ്പോയി. വളരെ നല്ല കാര്യം. തങ്ങൾക്ക് ഹിതകരമായ വിധത്തിൽ തങ്ങൾക്ക് ജനപിന്തുണ കൂടുതലുള്ള ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് മണ്ഡലങ്ങളുടെ പുനർനിർണയം നടത്തുക എന്നുള്ള ഒരു സമ്പ്രദായം ഇപ്പോൾ മാത്രം ഉത്ഭവിച്ചതല്ല. നമ്മുടെ രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വാർഡ് നിർണയത്തിൽ പോലും ഇത് കാണാം, ഇത് പ്രതിഫലിക്കാറുണ്ട്. നിയമസഭാ മണ്ഡലങ്ങളുടെ നിർണയത്തിലും ഈ വക പ്രതിഭാസങ്ങൾ കാണാം. അധികാരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് തോന്നുന്ന അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഒരു മണ്ഡലമായി മാറ്റി അതിർത്തി നിശ്ചയിക്കുകയും അവർക്ക് എതിരാളികളെന്ന് കരുതുന്നവരുടെ മണ്ഡലങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് പാക്കിംഗ് ക്രാക്കിംഗ്, ഇങ്ങനെ രണ്ട് തത്വങ്ങളാണ്, രണ്ട് മെത്തേഡുകളാണ് ഇതിന് ഉപയോഗിക്കുക. ഒരു വശത്ത് തങ്ങളുടെ സ്വാധീന മേഖലകളെ ഒരു പ്രത്യേക മണ്ഡലമാക്കാനുള്ള അതിർത്തികൾ പുനർനിർണയിക്കുകയും അതേ സമയത്ത് തന്നെ തങ്ങളുടെ എതിരാളികൾക്ക് വോട്ട് ബാങ്ക് ഉള്ള പ്രദേശങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത വിധത്തിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വ്യത്യസ്ത മണ്ഡലങ്ങളായി പുനർനിർണയിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണിത്. തങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ മണ്ഡലങ്ങളെ പുനർനിർണയിക്കുന്ന ഈ സമ്പ്രദായത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, ഗെറിമാൻഡറിങ്. ഈ പേര് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ 1812 മസാച്യുസെറ്റ്സ് ഗവർണറായിരുന്ന എൽബ്രിഡ്ജ് ഗെറി എന്ന വ്യക്തി ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായ വോട്ടിംഗ് സൃഷ്ടിക്കാൻ വേണ്ടി പാറ്റേൺ സൃഷ്ടിക്കാനായിട്ട് മണ്ഡലത്തിന്റെ അതിർത്തികളെ പുനർനിർണയിക്കാനുള്ള ഒരു ശ്രമം നടത്തി ഒരു ബില്ല് കൊണ്ടുവരികയുണ്ടായി. അതിൽ പിന്നീട് ഇതേ പ്രവൃത്തി നടത്തുന്ന ജനാധിപത്യത്തിന്റെ പ്രബല ജനാധിപത്യ രാഷ്ട്രങ്ങളായ അമേരിക്കയിലും ഇന്ത്യയിലും പോലുള്ള രാജ്യങ്ങളിൽ ഈ പ്രക്രിയ അധികാരത്തിലുള്ളവർ പലപ്പോഴായി പല മേഖലകളിലും പ്രയോഗിച്ചു കാണാറുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മുടെ കോഴിക്കോടും തിരുവനന്തപുരത്തും മറ്റും ഈ ആരോപണം ഉണ്ടായിരുന്നു. ഭരണകക്ഷി അവർക്ക് അനുകൂലമായ രീതിയിൽ മണ്ഡലങ്ങളെ പുനർനിർണയിച്ചു എന്നുള്ള ആരോപണവും അതിനുള്ള പ്രത്യാരോപണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഏതായാലും ഇതിനേക്കാളൊക്കെ വിപുലമായ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു തരം ഗെറിമാൻഡറിങ് ആണിപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരായ ബി.ജെ.പി. സർക്കാർ നടത്താൻ ശ്രമിച്ച് താൽക്കാലികമായിട്ടെങ്കിലും പാർലമെന്റിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സാമന്ത സംസ്ഥാനങ്ങളായി തെക്കേ ഇന്ത്യയെ കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് ഇതിങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രിയായി നെഹ്റുവും തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശ്രീ അണ്ണാദുരൈയുമുള്ള കാലത്താണ് അണ്ണാദുരൈ
അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്കാണ് തെർക്ക് തേയ്கிறது വടക്ക് വളർகிறது എന്നൊരു ചൊല്ലുണ്ട് അദ്ദേഹത്തിന്റെ. അതായത് അതിന്റെ മലയാളം വടക്ക് വളരുന്നു, വടക്കേ ഇന്ത്യ വളരുന്നു, തെക്കേ ഇന്ത്യ തളരുന്നു, തേഞ്ഞു പോകുന്നു, തേഞ്ഞില്ലാതാവുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് പരിഹാരമായി അദ്ദേഹം തന്നെ നിർദ്ദേശിക്കേണ്ടായി തെക്കേ ഇന്ത്യയെ വ്യത്യസ്തമായ ഒരു ഫെഡറേഷനായി രൂപീകരിക്കണം എന്നൊരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. പക്ഷേ ദീർഘവീക്ഷണമുള്ള നെഹ്റു അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നാം മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തെ അതിനെ തകർത്തു. തെക്കേ ഇന്ത്യയെ മൊത്തം ഇന്ത്യയുടെ ഒരു കറവപ്പശുവായി നിലനിർത്താൻ അന്ന് തുടങ്ങിയ ആ പ്രക്രിയ ഇന്നും BJP തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ട് ഉദ്ദേശിച്ചത് അവർ. പക്ഷെ തൽക്കാലം നടന്നില്ലെന്നേ ഉള്ളൂ. ഈ ചൂഷണം ഇനിയും തുടരും. കാരണം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് മൊത്തത്തിൽ നൽകുന്ന കോൺട്രിബ്യൂഷനും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നൽകുന്ന കോൺട്രിബ്യൂഷനും താരതമ്യം ചെയ്യുമ്പോൾ ഭീമമായ അന്തരം കാണാം. ഈ അവസ്ഥയിലും വടക്കേ ഇന്ത്യൻ ലോബി ചെയ്യേണ്ട പല ആനുകൂല്യങ്ങളല്ല, പല നിർബന്ധമായ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നില്ല. പല ഘട്ടങ്ങളിലും അത് ദൃശ്യമായതാണ്. നമ്മുടെ ഫെഡറൽ ബന്ധത്തിൽ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ യുക്തിഭദ്രമായ, കൃത്യമായ, കുറെ കൂടി മാനുഷികമായ അഴിച്ചുപണികൾ അനിവാര്യമാണ് എന്ന് നാം കേൾക്കാൻ തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിയൻ കാലം മുതൽക്ക് കേൾക്കുന്നതാണ്. പക്ഷേ തുടർന്ന് വന്ന ഒരു കോൺഗ്രസ് ഗവൺമെന്റുകളും ഇതിന് കൂട്ടാക്കിയില്ല. തെക്കും വടക്കും ഭരണമുണ്ടായിട്ടും അവർ അതിന് കൂട്ടാക്കിയില്ല. ഇപ്പോൾ BJP ഗവൺമെന്റ് വ്യക്തമായ വടക്കേ ഇന്ത്യൻ ലോബിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് വ്യക്തമായ നിഷേധങ്ങളും നീതി നിഷേധങ്ങളും മറ്റും തെക്കേ ഇന്ത്യ നേരിടുമ്പോഴും അതിനെ കൂടുതൽ വിപുലീകരിക്കാനും കൂടുതൽ രാഷ്ട്രീയമായ അടിത്തറ പാകാനുമാണ് ഇപ്പോൾ ഈ 131 ഭേദഗതിയിലൂടെ BJP സർക്കാർ ശ്രമിച്ചത് എന്ന് കാണാം. എങ്ങനെയായാലും ഇനി BJP അഥവാ ഭരണം നഷ്ടപ്പെട്ട് കോൺഗ്രസ് വരികയാണെങ്കിലും തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നുള്ള വിഭജനത്തിനിടയിൽ തെക്കേ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് കരുതാനൊന്നും ന്യായം കാണുന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ വടക്കേ ഇന്ത്യയിലെ അവർക്ക് ഹിതകരമായ രീതിയിൽ അവരുടെ ഭരണകാലത്ത് പ്രവർത്തിച്ചവർക്ക് വീതം വെച്ച് കൊടുത്തിട്ടാണ് അവർ പോയത്. ഗുജറാത്തികളും മാർവാടികളും സിന്ധികളും അതിൽ കുറച്ചു ഭാഗം പാകിസ്ഥാനായി മറ്റൊരു ഭാഗത്തേക്ക് പോയെങ്കിലും വടക്കേ ഇന്ത്യയിലെ നിശ്ചിത വിഭാഗങ്ങൾക്ക് ഇന്ത്യയെ പങ്കിട്ട് കൊടുത്തിട്ടാണ് ബ്രിട്ടീഷ് തങ്ങളുടെ അധികാരം ഇവിടെ വിട്ടുപോയത് എന്നുള്ളതാണ് വസ്തുത. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ഒത്താശ നടത്തിയിരുന്നവരാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത്. അവരിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ട വിധത്തിലെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടുപോയത്. ഇതിന്റെ ബാക്കി പത്രം മാത്രമാണ് വടക്കേ ഇന്ത്യക്ക് ഇന്നും തെക്കേ ഇന്ത്യക്ക് മേലുള്ള ഈ അനധികൃതമായ ആധിപത്യം. കാലം ഇത്രയും പുരോഗമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മുടെ ഫെഡറൽ സിസ്റ്റം അഴിച്ചു പണിയാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങൾ അവരുടെ ഫെഡറലിസം നമ്മളെക്കാൾ കൂടുതൽ ഓട്ടോണമിയുള്ള സ്വതന്ത്ര പരമാധികാരമുള്ള സംസ്ഥാനങ്ങളാണവ. അതേസമയത്ത് നമ്മുടെ സംസ്ഥാനം ഇന്നും ആശ്രിത രാജ്യത്തെ പോലെ, സാമന്ത രാജ്യങ്ങളെ പോലെ കേന്ദ്രത്തോട് കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇത് മുന്നോട്ട് പോകുന്നത് ഒരു കണക്കിലും ടോട്ടൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് തന്നെ ഗുണകരമായിരിക്കുകയില്ല, വളരെ ദോഷകരമായിരിക്കും. ഇതിന്റെ പേരിൽ തെക്കേ ഇന്ത്യയെ വിഭജിച്ച് മറ്റൊരു രാഷ്ട്രമാക്കണമെന്നുള്ള വാദക്കാരൊക്കെ ഉയർന്നു വരാറുണ്ട്. അതിനെ അംഗീകരിക്കാനാവില്ല. അതിന്റെ ഘടനയിൽ യാതൊരു വ്യത്യാസം വരാതെ തന്നെ അതിന്റെ ഫെഡറൽ സ്ട്രക്ചറിലാണ് നമുക്ക് അഴിച്ചുപണികൾ ആവശ്യമായിട്ടുള്ളത്. അത് ഇരു കൂട്ടർക്കും ഇരു വിഭാഗത്തിനും ഗുണകരമായ വിധത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ശാസ്ത്രീയമായ രീതിയിൽ, യുക്തിഭദ്രമായ രീതിയിൽ അത് ഉണ്ടാവണം. അതായത് തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യയുടെ ആശ്രിത രാജ്യമായി കഴിഞ്ഞുകൂടാനാവില്ല എന്ന് തന്നെയാണ്. ഈ ഫെഡറൽ സിസ്റ്റം കുറ്റമറ്റ രീതിയിൽ പുനർനിർണയിക്കണം. നമ്മുടെ വടക്കേ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ പുനർനിർണയിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ പാർലമെന്റ്, നിയമസഭ, പഞ്ചായത്ത്, മണ്ഡലങ്ങളുടെ പുനർനിർണയത്തെക്കാൾ പ്രഥമമായും ചെയ്യേണ്ട കാര്യമാണ് തെക്കും വടക്കും എന്നുള്ള, മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളുടെയും ഫെഡറൽ ഘടനയിൽ കാര്യമായ അഴിച്ചുപണി. കേന്ദ്രത്തിനുള്ള വിഹിതം കേന്ദ്രത്തിന്, സംസ്ഥാനങ്ങൾക്കുള്ളത് സംസ്ഥാനത്തിന് എന്ന രീതിയിൽ അധികാരം മാന്യമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ വിഭജിക്കപ്പെടണം, വികേന്ദ്രീകരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇത് രാജ്യത്തെ വിഭജിക്കാനോ
രാജ്യത്തെ വികേന്ദ്രീകരിക്കാനോ രാജ്യത്തെ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം സൃഷ്ടിക്കാനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ല ഈ പറയുന്നത്. ഈ രാജ്യം തന്നെ വ്യക്തമായ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിന് ആവശ്യമായ അഴിച്ചുപണികളാണ് ഇത്തരം ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഭേദഗതികൾ, അഴിച്ചുപണികൾ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് 131 ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകുക എന്നതിനേക്കാൾ മൊത്തം ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കും വടക്ക് തെക്ക് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവയുടേതായ അർഹമായ പരിഗണനകളും അവരുടേതായ സ്വതന്ത്ര അധികാരങ്ങളും, പരമാധികാരം എന്ന് പറഞ്ഞുകൂടാ, പരമാധികാരം നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ്, ഇന്ത്യൻ റിപ്പബ്ലിക്കിനാണ്. പക്ഷേ വിഹിതമായ അർഹമായ അധികാരങ്ങൾ പങ്കുവെക്കപ്പെടണം സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് അതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതികളാണെങ്കിൽ അങ്ങനെ, രാജ്യത്തൊട്ടാകെയുള്ള വോട്ടെടുപ്പിലൂടെ ആണെങ്കിൽ അങ്ങനെ, ഏതാണോ ആവശ്യം അത് അധികാരത്തിലുള്ളവർക്കും അധികാരത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള പുറത്തു നിൽക്കുന്നവർക്കും കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അധികകാലം മുന്നോട്ട് പോകില്ല. ഇത് ആഭ്യന്തര സംഘർഷങ്ങളിലേക്കും കടുത്ത അനീതികളിലേക്കും കേന്ദ്രം സംസ്ഥാന വടംവലികളിലേക്കും കിടമത്സരങ്ങളിലേക്കും വഴിവെച്ചേക്കും. അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പുരോഗതിക്കേക്കും വിഘാതം സൃഷ്ടിക്കുകയും ചെയ്തേക്കും.